കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായി ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ്, അപ്പോൾ തന്നെ നമുക്ക് ഇവർക്കും പരിചിതവുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് അവിടെ ഒരു അരുളപ്പാടായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവചനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിച്ചത്. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞു നിൽക്കുന്ന ഇങ്ങനെയാണ്: എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്, അല്ലേ? ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട്. സ്തോത്രം. ശ്രദ്ധിക്കുക, പർവ്വതങ്ങൾ മാറിപ്പോകും. സ്ഥായിയായ രണ്ട് കാര്യങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് വസ്തുതകളാണ് കുന്നും പർവ്വതങ്ങളും എന്ന് പറയുന്നത്, അല്ലേ? ഒരിക്കലും അത് മാറുക എന്നുള്ളത് മാനുഷികമായിട്ട് അസാധ്യമാണ്. ഇപ്പം നമുക്കറിയാം, ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ സ്തോത്രം ഈ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് കുന്നുകളൊക്കെ മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ ഈ കാലങ്ങളിൽ ദിനപത്രങ്ങളിലൂടെയും മറ്റ് വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അല്ലാതെയൊന്നും അതങ്ങനെ സംഭവിക്കത്തില്ല, അല്ലേ? അപ്പം മാനുഷികമായിട്ട് സംഭവിക്കുവാൻ അസാധ്യമായ രണ്ട് വസ്തുതകളാണ് കുന്നുകളും പർവ്വതങ്ങളും എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് പറയുന്നു, ഇത് രണ്ടും മാറിപ്പോകും, എന്നാൽ മാറാത്ത ഒന്നുണ്ട്. എന്താണ് മാറാത്തത്? ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ട് മാറുകയില്ല. സ്തോത്രം. അടുത്ത് പറയുന്നു, നമ്മോടുള്ള ദൈവത്തിൻ്റെ സമാധാന നിയമം പ്രൈസലോ നമ്മളെ വിട്ട് എന്ത് ചെയ്യത്തില്ല? നീങ്ങിപ്പോവുകയുമില്ല. എന്താ അതിൻ്റെ അർത്ഥം? പ്രൈസലോ ഇതിനകത്ത് ദൈവവചനത്തിൽ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നമ്മൾ മാറുകയില്ലെന്ന് ചിന്തിച്ച പലതും മാറും. പ്രൈസലോ നമ്മളെ വിട്ട് പിരിയത്തില്ലെന്ന് ചിന്തിച്ച പലതും നമ്മളെ വിട്ട് പിരിയേണ്ടി വരും. പ്രൈസലോ നമ്മൾ ശ്രദ്ധിക്കണമേ, ജീവിതത്തിൽ ഒരു കാരണവശാലും നമ്മളെ വിട്ട് മാറത്തില്ല എന്ന് ചിന്തിച്ചവർ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് ചിന്തിച്ച വ്യക്തികൾ നമ്മളെ വിട്ട് മാറിയില്ലേ? അല്ല സ്തോത്രം. ഒരിക്കലും നമ്മളെ വിട്ടു മാറത്തില്ലെന്ന് ചിന്തിച്ച വ്യക്തികൾ നമ്മളെ വിട്ട് മാറിയില്ലേ? അല്ല സ്തോത്രം. നമ്മുടെ കൈ പിടിച്ചവർ പലരും നമ്മുടെ കൈയുടെ അകലത്തിലേക്ക് പോയില്ലേ? സ്തോത്രം. എന്താ സംഭവിച്ചത്? എല്ലാം മാറാം, പക്ഷെ മാറാത്ത ഒന്നുണ്ട്. ഒരിക്കൽ പിടിച്ച കൈ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കരമാണ് ദൈവത്തിൻ്റെ കരമെന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ദയ ഒരിക്കലും മാറുകയില്ല, ദൈവത്തിൻ്റെ സമാധാന നിയമം ഒരിക്കലും മാറുകയില്ല എന്നരുളി ചെയ്യുന്നത് ആരാണ്? അല്ല, കരുണയുള്ള ഒരു യഹോവ. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളെ, ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ലോകത്തിൽ പലപ്പോഴും കരുണ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, അല്ലേ? അല്ല സ്തോത്രം. ഒരു ചെറിയ തെറ്റ് അതിനകത്ത് ക്ഷമിക്കാൻ കഴിയാത്ത വ്യക്തികൾ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സഹോദരവർഗത്തിൽപ്പെട്ടവരോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ ഒരു ചെറിയ തെറ്റാണ്, ക്ഷമിക്കാമായിരുന്നില്ലേ? കരുണ കാണിക്കാമായിരുന്നില്ലേ? ചെയ്തില്ലല്ലോ. പ്രൈസലോ അതിനവർക്ക് കഴിഞ്ഞില്ലല്ലോ. എന്താ കാരണം? പ്രൈസലോ അതങ്ങനെ നടക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരണമെങ്കിൽ, ദൈവത്തിൻ്റെ ദയ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരണമെങ്കിൽ, അല്ല ചിലർ നമ്മളോട് കരുണ കാണിക്കാതിരിക്കണം, ചിലർ നമ്മോട് ദയ കാണിക്കാതിരിക്കണം, ചിലർ നമ്മളെ വിട്ട് അകലണം. പ്രൈസലോ എന്നാലേ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയുള്ളൂ. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചലകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ സന്ദേശം അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.